പരമനെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 54-ാം ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഭാഷ്യം. പ്രശ്നബീജം പ്രതിലഭ്യ അർജുന ഉവാച ലബ്ധസമാധിപ്രജ്ഞസ്യ ലക്ഷണം ബുഭുത്സയ സ്ഥിതപ്രജ്ഞസ്യ. പ്രശ്നബീജം പ്രതിലഭ്യ, ഒരു ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ട്, പ്രതിലഭ്യ ലഭിച്ചിട്ട് അർജുന ഉവാച, അർജുനനിവിടെ ചോദിക്കുകയാണ്. ഇതുവരെ അർജുനൻ ഭഗവാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉപദേശം തുടങ്ങിയതിന് ശേഷം അർജുനൻ ഇടക്കേറിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ എന്തിനു വേണ്ടി? ലബ്ധസമാധിപ്രജ്ഞസ്യ, സമാധിപ്രജ്ഞ, സമാധിയാകുന്ന പ്രജ്ഞ. ഇവിടെ പ്രജ്ഞ തന്നെയാണ് സമാധി. സമാധിയെക്കുറിച്ചുള്ള പ്രജ്ഞയോ അല്ലെങ്കിൽ സമാധിയിലുണ്ടാകുന്ന പ്രജ്ഞയോ ഒന്നുമല്ല, സമാധിയാകുന്ന പ്രജ്ഞ. അത് ലഭിച്ച അവന്റെ ലക്ഷണ ബുഭുത്സയ, ലക്ഷണത്തെ, അവന്റെ അടയാളത്തെ അറിയുന്നതിനുള്ള ബുഭുത്സ, അറിയുന്നതിനുള്ള ആഗ്രഹം. സമാധിസ്ഥൻ എന്താണ് അവന്റെ ലക്ഷണം? ആ ആഗ്രഹത്തോടുകൂടി ചോദിക്കുന്നു. സ്ഥിതപ്രജ്ഞസ്യ, സ്ഥിതപ്രജ്ഞ, സ്ഥിത പ്രതിഷ്ഠിത അഹം അസ്മി പരം ബ്രഹ്മ ഇതി പ്രജ്ഞായസ്യ സ്ഥിതപ്രജ്ഞ. സ്ഥിത പ്രതിഷ്ഠിത, ഉറച്ചിരിക്കുന്നു, സ്ഥിരമായിരിക്കുന്നു. എന്താണ്? അഹം അസ്മി പരം ബ്രഹ്മ ഇതി പ്രജ്ഞ, ഞാൻ തന്നെയാണ് ആ പരമാത്മ ചൈതന്യം എന്നുള്ള ബോധം ആരിലാണോ പ്രതിഷ്ഠിതമായിരിക്കുന്നത്, ദൃഢമായിരിക്കുന്നത്, യസ്യ സ്ഥിതപ്രജ്ഞ, അവനാണ് ഇവിടെ സ്ഥിതപ്രജ്ഞ. തസ്യ
കാ ഭാഷ കിം ഭാഷണം വചനം കഥം അസൗ പരൈഹി ഭാഷ്യതേ സമാധിസ്ഥസ്യ സമാധോ സ്ഥിതസ്യ ഹേ കേശവ. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ സമാധിസ്ഥൻ, സമാധിയിൽ സ്ഥിതനായിരിക്കുന്ന കാ ഭാഷ, എന്താണ് അതിന്റെ ഭാഷണം, അതിനൊന്നുകൂടി വിശദീകരിക്കുന്നു. കഥം അസൗ പരൈർഭാഷ്യതേ എന്നാണ്. അസൗ പരൈർഭാഷ്യതേ, ഇവനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നാണ്. ഇവൻ എന്ത് പറയുന്നു എന്നല്ല. അസൗ പരൈർഭാഷ്യത, അത് കർമ്മണി പ്രയോഗമാണ്. മറ്റുള്ളവർ ഒരാൾ ഇവൻ എങ്ങനെ പറയപ്പെടുന്നു എന്നുവെച്ചാൽ മറ്റുള്ളവർ ഇവനെക്കുറിച്ച് എന്ത് പറയുന്നു, അവനെന്ത് പറയുന്നു എന്നല്ല. എങ്ങനെ പറയുന്നു എന്നാണ്. അതാണ് കഥം അസൗ പരൈർഭാഷ്യത സമാധിസ്ഥസ്യ സമാധോ സ്ഥിതസ്യ ഹേ കേശവ. അതുപോലെ സ്ഥിതധീഹി, സ്ഥിതപ്രജ്ഞൻ സ്വയം വാ കിം പ്രഭാഷേത. അടുത്ത് സ്ഥിതധീ കിം പ്രഭാഷേത എന്നടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കാ ഭാഷ എന്ന് പറഞ്ഞത്. ഭാഷ എന്ന് പറയുന്നതിന് ലക്ഷണമൊന്നുമുണ്ട്. എന്താണ് ഇവന്റെ ലക്ഷണം, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാഷ്യകാരൻ. എന്താണ് ഭാഷണം, മറ്റുള്ളവർ ഇവനെക്കുറിച്ച് എന്ത് പറയുന്നു, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. പ്രജ്ഞൻ സ്വയം വാ കിം പ്രഭാഷേത, സ്വയം എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു. കിം ആസീത, എങ്ങനെ ഇരിക്കുന്നു. പ്രജേത കിം, എങ്ങനെ നടക്കുന്നു. ആസനം വ്രജനം വാ തസ്യ കഥം, ഇരിപ്പും നടപ്പും എല്ലാം എങ്ങനെയാണ് പറഞ്ഞാൽ മൊത്തത്തിൽ അയാളുടെ ബാഹ്യചേഷ്ടകൾ എങ്ങനെയാണ്. പക്ഷേ എങ്ങനെ സ്ഥിതപ്രജ്ഞനെ തിരിച്ചറിയാൻ പറ്റും. ഇത്യർത്ഥഃ ആണ് സ്ഥിതപ്രജ്ഞസ്യ ലക്ഷണം അനേന ശ്ലോകേന പൃച്ഛ്യതേ. ഈ ശ്ലോകത്തിലൂടെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ചോദിക്കുകയാണ്. അടയാളം, ലക്ഷണം എന്ന അടയാളം ചോദിക്കുകയാണ്. ഇയാൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെയാണ് അയാളുടെ വ്യവഹാരങ്ങൾ എന്നാണ്. ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ വ്യാഖ്യാനിക്കുന്നത് ആദ്യത്തെ ചോദ്യം, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സ്ഥിതപ്രജ്ഞന്റെ അടയാളം എന്താണ്. സമാധിസ്ഥനെന്നും പറയുന്നുണ്ട്. ഇപ്പൊ സമാധിയിലിരിക്കുന്ന ആളിന് രണ്ടവസ്ഥ. ഒന്ന് സമാധിസ്ഥനായിരിക്കുന്ന അവസ്ഥ, പിന്നെ ആ സമാധിയിൽ നിന്ന് വിദ്ധിതനായി വ്യവഹാരത്തിലേക്ക് വരുന്ന അവസ്ഥ. അപ്പൊ സമാധിയിലിരിക്കുന്ന അവസ്ഥ, അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ. സ്ഥിതപ്രജ്ഞൻ എന്നെന്താണ് അടയാളം. ഇനി അത് കഴിഞ്ഞ് സ്ഥിതദീഹിക്കും പ്രഭാഷീത കിമാസീത വ്രജേത എന്ന് പറയുമ്പം ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. വ്യുത്ഥാനാവസ്ഥ, സമാധിയിൽ നിന്ന് ഉണർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ അപ്പൊ അങ്ങനെ രണ്ടു തരത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഭാഷ്യകാരെ അങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. അതിന് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സമാധാനം പറയുന്നത്, ഇവിടെ
അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമാധി എന്ന് പറയുന്നത് ജ്ഞാനത്തെ തന്നെ. ഇവിടെ സ്ഥിതപ്രജ്ഞന്റെ സമാധി എന്ന് പറയുന്നത് യോഗസമാധിയല്ല. യോഗസമാധി വിധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സമാധി നഷ്ടപ്പെടുന്നു എന്നാണ് സാധാരണ പറയുന്നത്. സമാധിക്ക് ഭംഗം വന്ന് വിധാനത്തിൽ വരുന്നു, അതായത് വ്യവഹാരത്തിൽ ഏർപ്പെടുന്നു. ഇപ്പൊ സമാധിസ്ഥനായിരിക്കുന്ന യോഗി നിശ്ചലനായിരിക്കുന്നു, ബദ്ധപത്മാസനസ്ഥനായി അങ്ങനെ ഇരിക്കുന്നു, നിശ്ചലനായിരിക്കുന്നു. തൂഷ്ണീം സ്ഥിതി എന്ന് പറയുന്നു. ശരീരത്തിന്റെ നിശ്ചലാവസ്ഥയുണ്ട് അവിടെ. പക്ഷെ ഇവിടെ അദ്വൈതികൾ സമാധിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയുള്ള തൂഷ്ണീം സ്ഥിതിയല്ല. വ്യവഹാരത്തിനും സമാധി തന്നെയാണ്. സമാധിക്ക് ഭംഗം വരുന്നില്ല. വ്യവഹാരം എന്തുകൊണ്ട്? ഇവിടെ സമാധി എന്ന് പറയുന്നത് തത്വബോധമാണ്. സമാധി ആ തത്വബോധത്തിന് ഭംഗം വരുന്നില്ല, തത്വനിഷ്ഠയ്ക്ക് ഭംഗം വരുന്നില്ല വ്യവഹാരത്തിന്. അതുകൊണ്ട് വാസിഷ്ഠത്തിനും മറ്റും പറയും ഇന്നത് തൂഷ്ണിയും അവസ്ഥിതി. ഇവിടെ അദ്വൈത ബോധം ആണ് സമാധി എന്ന് പറയുമ്പോൾ അത് നിശ്ചലാവസ്ഥയല്ല, മനസ്സിന്റെ നിരോധാവസ്ഥ, ശരീരത്തിന്റെ നിശ്ചലാവസ്ഥയല്ല. അദ്വൈതി വ്യവഹാരത്തിലും സമാധിസ്ഥൻ തന്നെ. ഇനി അദ്വൈതി ജ്ഞാനി എനിക്ക് യോഗമാർഗത്തെ അവലംബിച്ച് സമാധിയിലേക്ക് വേണമെങ്കിലും പോകാം. അല്ല, അങ്ങനെ അല്ല എങ്കിലും വ്യവഹാരത്തിലിരിക്കുന്ന സമയത്തും സമാധിക്ക് ഭംഗം വരുന്നില്ല. തത്വജ്ഞാനിയുടെ സമാധിക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. അതിന് രണ്ടവസ്ഥയില്ല. സമാധി അവസ്ഥയെന്നും വിധാനാവസ്ഥയെന്നും രണ്ടില്ല, സദാ സമാധി. അതുകൊണ്ട് സഹജ സമാധി എന്നെല്ലാം പറയുന്നു. അതാണ് ഇവിടെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ സമാധി അതാണ്. മറ്റ് സമാധികളെല്ലാം ഗൗണസമാധികളാണ്. യോഗികളെ സംബന്ധിച്ചിടത്തോളം അതാണ് മുഖ്യസമാധി. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനി അത്തരൊരു സമാധി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അത് ഗൗണമായ സമാധിയാണ്. യോഗി പറയുന്നത് എന്താണോ, മനസ്സ് വിക്ഷിപ്തമായിരിക്കുന്നു, അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും അതൊരു വിക്ഷേപമാണ്. സമാധിയിൽ ആ വിക്ഷേപമില്ല. സുഷുപ്തി, അവിടെയും മനസ്സ് ലയരൂപത്തിലിരിക്കുന്നു. നിദ്ര, മൂർച്ഛ തുടങ്ങിയ അവസ്ഥകളെല്ലാം മനസ്സ് ലയിച്ചിരിക്കുന്നു. അപ്പോൾ യോഗിയെ സംബന്ധിച്ച് അതും നിരോധിക്കണം. ജാഗ്രത സ്വപ്നം മാത്രം പോലെ അതും യോഗിയെ സംബന്ധിച്ച് ഒരു വിക്ഷേപമാണ്. കാരണം അതിന് വൃത്തി എന്നാണ് പറയുന്നത് യോഗിയുടെ ഭാഷയിൽ. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു? ഈ ലയവിക്ഷേപത്തെ രണ്ടിനെയും നിരോധിക്കുന്നു. ജാഗ്രത സ്വപ്നത്തെയും സുഷുപ്തി, നിദ്ര, മൂർച്ഛ തുടങ്ങിയവയെല്ലാം നിരോധിക്കുന്നു. പിന്നെ യോഗിയുടെ അവസ്ഥ എന്ന് പറയുന്ന സമാധി എന്ന് പറയുന്നത് ഈ പറയുന്ന തൂഷ്ണീ സ്ഥിതിയാണ്. അങ്ങനെയുള്ളൊരു സമാധി അവസ്ഥയിൽ ശരീരവ്യാപാരമൊന്നും നടക്കത്തില്ല. അങ്ങനെ ഒരു സമാധിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ സ്ഥിതപ്രജ്ഞസ്യകാഭാഷ എന്ന് പറയുമ്പോൾ സമാധിസ്ഥനായ ഒരാളിന്റെ ലക്ഷണം ചോദിക്കുന്നു. പക്ഷെ തത്വജ്ഞാനമാണ് സമാധി എന്ന് പറയുമ്പോൾ സഹജ സമാധി, അതിന് ഇതുപോലെയുള്ള രണ്ട് ഭാവങ്ങളില്ല, ഒരേ ഒരു ഭാവമേ ഉള്ളൂ. ജ്ഞാനി സദാ സമാധിയിലായിരിക്കുന്നു, വ്യവഹാരത്തിന് സമാധി തന്നെ. അവിടെ സമാധി എന്ന് പറയുന്നത് തത്വബോധം തന്നെ.
അതുകൊണ്ട് ഭാഷ്യത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അദ്വൈതികളിൽ തന്നെ ഒരു വിഭാഗം ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഈ അദ്വൈതവും യോഗവുമായിട്ട് യോജിപ്പിച്ചിട്ട് അവർ വ്യാഖ്യാനിക്കുമ്പോൾ ഈ തരത്തിൽ വ്യാഖ്യാനിക്കും. ഒന്ന് സമാധി എന്ന് പറയുമ്പോൾ ഒന്ന് തൂഷ്ണീം സ്ഥിതിയും, മറ്റൊന്ന് വിധാനാവസ്ഥയും. ആദ്യം ചോദിച്ചിരിക്കുന്നത് ആ തൂഷ്ണീം സ്ഥിതിയെക്കുറിച്ചാണ്, രണ്ടാമത് പറയുന്നത് വിധാനാവസ്ഥയെക്കുറിച്ചാണ്. അങ്ങനെ പറയും, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ തത്വജ്ഞാനിയുടെ ലക്ഷണമാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ചോദ്യത്തിൽ. ഈ ശ്ലോകത്തിൽ കേശവ അല്ലയോ കേശവ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സമാധിസ്ഥനായി സ്ഥിതപ്രജ്ഞനായിരിക്കുന്നവന്റെ ഭാഷാടയാളം എന്താണ്? സ്ഥിതതീഹി, അസ്ഥിതപ്രജ്ഞനായിരിക്കുന്നവൻ, സ്ഥിതബുദ്ധിയുള്ളവൻ, തത്വജ്ഞാനി, കിം പ്രഭാഷേത, കിം ആസീത, കിം രജേത. എങ്ങനെയായിരിക്കും അയാളുടെ ഇരിപ്പും നടപ്പും വർത്തമാനവും എല്ലാം? പ്രഭാഷേത, ആസീത, പ്രജേത, മൂന്ന് ക്രിയകളെ കുറിച്ച് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ആ മൂന്ന് ക്രിയകളെ ഉദ്ദേശിച്ചിട്ടല്ല. പൊതുവെയുള്ള വ്യവഹാരത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അസ്ഥിതപ്രജ്ഞന്റെ, തത്വജ്ഞാനിയുടെ രീതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, സമാധിസ്ഥസ്യ കേശവ, സ്ഥിതധീ കിം പ്രഭാഷേത, കിമാസീത വ്രജേത കിം. ശ്രീഭഗവാൻ വാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. ഭാഷ്യം. യോ ഹി ആദിതയേവ സന്യസ്യ കർമാണി ജ്ഞാനയോഗനിഷ്ഠായാം പ്രവൃത്തഃ. രണ്ടു തരത്തിലുണ്ട് ഇവിടെ ജ്ഞാനനിഷ്ഠയിലേക്ക് വരുന്നവർ. ഒരു കൂട്ടരെങ്ങനെയാണ്? ആദിതയേവ, ആദ്യം തന്നെ, എന്നുവെച്ചാൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ കർമാണി സന്യസ്യ, കർമ്മസന്യാസം ചെയ്ത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നില്ല. ജ്ഞാനയോഗനിഷ്ഠായാം പ്രവൃത്ത, ജ്ഞാനയോഗനിഷ്ഠയിൽ പ്രവർത്തിക്കുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മചര്യത്തിൽ നിന്ന്, ബ്രഹ്മചര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ബ്രഹ്മചര്യാവസ്ഥയിൽ ഇരുന്ന് തന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ ജ്ഞാനയോഗനിഷ്ഠയിൽ ഇരിക്കുന്നവൻ, സർവകർമ്മ സന്യാസിയായി ജ്ഞാനയോഗനിഷ്ഠയിലിരിക്കുന്നവൻ. യശ്ച കർമ്മയോഗേന, ഇനി വേറൊരാൾ എന്ത് ചെയ്യുന്നു? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് കർമ്മങ്ങളെല്ലാം അവിടെ അനുഷ്ഠിച്ച് തയോഹോ പ്രജഹാദീത്യാരഭ്യ അധ്യായ പരിസമാപ്ത പര്യന്തം സ്ഥിതപ്രജ്ഞ ലക്ഷണം സാധനം ച
ഉപദിശ്യത്തെ. ഈ രണ്ടു കൂട്ടർക്കും വേണ്ടി പ്രജഹാതി എന്ന് തുടങ്ങി അധ്യായ പരിസമാപ്തി വരെയുണ്ട്. ഈ അധ്യായത്തിന്റെ അവസാനം വരെ സ്ഥിതപ്രജ്ഞ ലക്ഷണം, സ്ഥിതപ്രജ്ഞ ലക്ഷണവും സാധനവും ഇവിടെ ഉപദേശിക്കപ്പെടുകയാണ്. സർവത്രൈവ ഹി അധ്യാത്മശാസ്ത്രേ കൃതാർത്ഥലക്ഷണാനി യാനി താന്യേവ സാധനാനി ഉപദിശ്യന്തേ യത്നസാധ്യത്വാ. സർവത്രൈവ ഹി അധ്യാത്മശാസ്ത്രം, ഇവിടെ മാത്രമല്ല, ഗീതയിൽ മാത്രമല്ല, അധ്യാത്മശാസ്ത്രത്തിൽ സർവത്ര. കൃതാർത്ഥലക്ഷണാനി യാനി, മുക്തന്റെ ലക്ഷണം, കൃതാർത്ഥൻ മുക്തൻ, മുക്തന്റെ ലക്ഷണങ്ങൾ യാനി താന്യേവ, എവിടെയെല്ലാം എന്തെല്ലാം ലക്ഷണങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം സാധനാനി ഉപദിശ്യന്തേ, അതെല്ലാം മുമുക്ഷുവിന് സാധനമായിട്ടാണ് പറയുന്നത്. മുമുക്ഷുവിന്റെ സാധനയ്ക്ക് വേണ്ടി പറയുകയാണ്. എന്തുകൊണ്ട്? യത്നസാധ്യത്വ, ഇതെല്ലാം പ്രയത്നസാധ്യമായ കാര്യങ്ങളാണ്. സ്ഥിതപ്രജ്ഞന്റെ ആ നില ഒരു മുമുക്ഷു സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. സ്ഥിതപ്രജ്ഞനെക്കുറിച്ച്, സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥകളെക്കുറിച്ചെല്ലാം ഇത്ര വിശദമായി ചർച്ച ചെയ്യുന്നത് എന്തെല്ലാം സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു അതെല്ലാം ഒരു മുമുക്ഷു സ്വന്തം സാധനയായി സ്വീകരിക്കണം. യാനി യത്നസാധ്യാനി സാധനാനി ലക്ഷണാനി ച ഭവന്തി താനി ശ്രീ ഭഗവാൻ വാച. യത്നസാധ്യമായി തീരുന്ന ഈ കാര്യങ്ങൾ മുമുക്ഷുവിനെ സംബന്ധിച്ച് സാധനമാണ്. മുമുക്ഷു അതിനെ ഒരു ഉപായമായി സ്വീകരിക്കേണ്ടതാണ്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവുമാണ്. താനി, അവയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്നർത്ഥം. സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുമ്പോൾ അയാൾ കാമങ്ങളെല്ലാം പരിത്യജിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചിരിക്കുന്നു, സമത്വ ബുദ്ധിയുള്ളവനാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണ ലക്ഷണം പറയുന്നത് ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ബാഹ്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷണം പറയുന്നത്. ഇവിടെ അതല്ല മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പറയുന്ന ലക്ഷണങ്ങളിലൂടെ ഒരാളെ തിരിച്ചറിയുകയും ദുഷ്കരമാണ്. എന്തുകൊണ്ട്? കാരണം ഇതെല്ലാം ആന്തരികമായ ഭാവങ്ങളാണ് ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ബാഹ്യമായ പ്രകടനങ്ങളല്ല. അപ്പോൾ ആന്തരികമായ ഭാവത്തെ ബാഹ്യമായി നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. കാമങ്ങളെ ത്യജിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാഹ്യമായി കാമങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അത് പ്രകടിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതില്ല എന്ന് ഭാവിക്കാൻ ആർക്കും കഴിയും. അതിന് സ്ഥിതപ്രജ്ഞനാവണമെന്നില്ല. സന്തുഷ്ട സതതം യോഗി, യോഗി സദാ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ബാഹ്യമായി സന്തോഷത്തോടുകൂടിയിരിക്കുന്നു. അയാളുടെ അടുത്ത് പോയി കണ്ട് ഇയാൾ സന്തോഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇയാൾ സ്ഥിതപ്രജ്ഞനാണ് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടല്ല. ബാഹ്യമായി സന്തോഷിച്ചിരിക്കാൻ സ്ഥിതപ്രജ്ഞനാവണമെന്നില്ല. സ്ഥിതപ്രജ്ഞൻ തന്റെ സന്തോഷത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കണമെന്നുമില്ല. പ്രകടിപ്പിക്കാൻ പറ്റിയതുമല്ല. അപ്പോൾ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഒരു ലക്ഷണത്തിലൂടെ അയാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇതെന്താണ്? സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇത് ഒരു മുമുക്ഷു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് തനിക്കും ഇത് യത്നസാധ്യമാണ്.
പ്രയത്നസാധ്യമാണ്. ഇത്തരത്തിലുള്ള ആന്തരികമായ ഭാവങ്ങളെ താൻ സ്വീകരിച്ചുകൊണ്ട് അഭ്യസിച്ചുകൊണ്ട് യത്നസാധ്യമായിരിക്കുന്ന ഈ സ്ഥിതപ്രജ്ഞതയെ ഒരാൾ നേടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ലക്ഷണത്തെ പറയുന്നത്. അല്ലാതെ ബാഹ്യമായ ആചരണങ്ങളിലൂടെ സ്ഥിതപ്രജ്ഞനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല. സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നെല്ലാം പറയുന്നതിന് സാധാരണ മനുഷ്യനും കഴിയുന്ന കാര്യമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ മനസ്സിലാക്കുന്നത് തന്നെ ഒരു സാധനയാണ്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ് എന്ന് ഒരാൾ മാനസികമായി തിരിച്ചറിയും. അയാളുടെ മനസ്സിലും അതേ ഭാവം വരുന്നു. അയാളും സ്ഥിതപ്രജ്ഞന്റെ മാനസികാവസ്ഥയെ ഭാവന ചെയ്യുന്നു. അത് സ്വന്തം അനുഭവത്തിലില്ല, പക്ഷെ അതിനെ ഭാവന ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ അവസ്ഥ. എപ്പോഴും അത് ആന്തരികമായ അവസ്ഥയാണ്, പുറമേ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ അവസ്ഥ ഇന്ന തരത്തിലായിരിക്കും എന്ന് ഊഹിക്കുന്നു. അല്ലെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനെ ശ്രവിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ ധരിക്കാൻ ശ്രമിക്കുന്നു. ധരിക്കുന്നില്ല, എന്നിട്ടത് അഭ്യസിക്കുന്നു. സ്ഥിതപ്രജ്ഞനിൽ ഇവിടെ പറഞ്ഞു അത് ഫലരൂപത്തിലിരിക്കുന്നു. മുമുക്ഷുവിൽ അത് അഭ്യാസരൂപത്തിലിരിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മുമുക്ഷു ഇത് അഭ്യസിക്കുന്നതുകൊണ്ട് തന്നെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നില്ല. പക്ഷേ സ്ഥിതപ്രജ്ഞന് സദൃശമായൊരവസ്ഥയിൽ മോക്ഷവും സ്ഥിതി ചെയ്യുന്നു. സ്ഥിതപ്രജ്ഞനെ പോലെ സ്ഥിതപ്രജ്ഞന്റെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല, അവിടെ സഹജമായി കഴിഞ്ഞു. അതാണ് സഹജ സമാധി എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞന് താൻ ആർജിച്ചിരിക്കുന്ന ആ പ്രജ്ഞയ്ക്ക് വീഴ്ച പറ്റുന്നില്ല. മുമുക്ഷുവിന് അങ്ങനെയല്ല, അഭ്യാസത്തിൽ എപ്പോഴും വീഴ്ച പറ്റിക്കൊണ്ടിരിക്കും. വീണ്ടും അയാൾ അഭ്യസിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടത് സാധനമായതുകൊണ്ട്, മറ്റത് ഫലമായതുകൊണ്ട്. അപ്പോൾ ആ ഫലത്തെ ഒരു മുമുക്ഷു ആന്തരിക സാധനയായി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നതെന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് ഒരാളെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമാണോ എന്ന് ധരിച്ചു കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം കേൾക്കുന്നവരെല്ലാം അങ്ങനെയാണ് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ വരുന്ന അപകടം. ഈ ലക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നവര്, ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം സ്ഥിതപ്രജ്ഞനായിട്ട് അഭിനയിക്കണമെന്ന് തോന്നും. കാരണം ഇതൊരു അടയാളമാണ് പറയുന്നത്. ഈ അടയാളം എവിടെയുണ്ടോ അയാൾ സ്ഥിതപ്രജ്ഞനായി. എന്നാൽ പിന്നെ ഈ അടയാളം എനിക്കുമുണ്ട്, ഞാനും സ്ഥിതപ്രജ്ഞനാണ് എന്ന് പറഞ്ഞ് ബാഹ്യമായി ഇതിനെ സ്വീകരിച്ചിട്ട് സമാധാനം കണ്ടെത്തും. അങ്ങനെ ഒരു പ്രവണത മനസ്സിൽ വരും ഇത് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ. ഇത് ബാഹ്യമായി പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്ഥിതപ്രജ്ഞ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് എന്നൊക്കെ ധരിച്ചു പോകും. അതുകൊണ്ട് തന്റെ സ്ഥിതപ്രജ്ഞതയെ കൃത്രിമമായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി ആവശ്യമുള്ള സന്ദർഭങ്ങളിലും ഇല്ലാത്ത സന്ദർഭങ്ങളിലും എല്ലാം സ്ഥിതപ്രജ്ഞനാകാൻ ശ്രമിക്കും. അങ്ങനെ ഭാവിക്കും, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും.
സ്ഥിതപ്രജ്ഞ ഉണ്ടാകുന്നുമില്ല. സ്ഥിതപ്രജ്ഞ അവിടെ കൃത്രിമമായി ഭാവിക്കുന്നു ഒന്നുമില്ല. ഞാൻ സ്ഥിതപ്രജ്ഞനാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സന്തുഷ്ടൻ എന്ന് പറയുന്നുണ്ട്, സദാ ചിരിച്ചുകൊണ്ടിരിക്കും. വായ് ഒരിക്കലും അടയ്ക്കത്തില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ട് ചിലത് എപ്പോഴും പല്ലിളിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആളാണെന്ന് ധരിച്ചിട്ട്. അങ്ങനെയൊന്നുമില്ല. ഇതിൽ ബാഹ്യപ്രകടനങ്ങളൊന്നുമില്ല. ഒരു ആന്തരികമായ ഭാവമാണ്. അതിനെ മനസ്സിലാക്കിയിട്ട് ഇനി വിശദീകരിക്കുന്ന പോലെ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാവും. മുമുക്ഷുവിനെ അഭ്യസിക്കുക അതുപോലെ. അപ്പം അതിൽ വീഴ്ചകൾ പറ്റിയാലും അഭ്യാസത്തിലൂടെ ആന്തരിക ഭാവത്തെ ദൃഢപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു. അല്ലാതെ ഇത് പ്രകടിപ്പിക്കാനുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ ഇല്ല. സ്ഥിതപ്രജ്ഞൻ പ്രജഹാതീതി പ്രജഹാതി പ്രകർഷേണ ജഹാതി പരിത്യജതി യഥാ യസ്മിൻ കാലേ സർവാൻ സമസ്താൻ കാമാൻ ഇച്ഛാഭേദാൻ ഹേ പാർത്ഥ മനോഗതാൻ മനസ്സി പ്രവിഷ്ടാൻ ഹൃദി പ്രവിഷ്ടാൻ. പ്രജഹാതി യഥാ കാമാൻ, അതിനെ വ്യാഖ്യാനിക്കാണ് പ്രജഹാതി. ജഹാതി എന്ന് പറഞ്ഞാൽ ആ ധാതുവിന് ത്യജിക്കുക എന്നുള്ള അർത്ഥമാണ്. അവിടെ പ്ര എന്നുള്ള ഉപസർഗം കൂടി ചേർത്തിരിക്കുന്നുണ്ട്. പറയുന്നു പ്രകർഷേണ ജഹാതി. പരിത്യജതി എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ത്യജിക്കുന്നു. പരിതഹ സർവത്ര പൂർണ്ണമായും ത്യജിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു പൂർണ്ണമായി ത്യാഗമെന്നോ? ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് അത് അഭ്യസിക്കുന്നവനും ത്യജിക്കുന്നുണ്ട് കാമങ്ങളെ. പക്ഷെ അതിനെ പ്രജഹാതി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ കാമത്തെ ത്യജിക്കുന്ന അവസ്ഥയിൽ തന്നെ അയാളെ കാമം ബാധിക്കും. പക്ഷെ സ്ഥിതപ്രജ്ഞനെ ഒന്നും ബാധിക്കുന്നില്ല. പൂർണ്ണമായും ത്യജിച്ചിരിക്കുന്നു. ലേശം പോലും സ്ഥിതപ്രജ്ഞനെ അതൊന്നും ബാധിക്കുന്നില്ല. യഥാ യസ്മിൻ കാലേ, ഒരു ജീവനിൽ അതെപ്പോഴാണോ സംഭവിക്കുന്നത്? എങ്ങനെ? സർവാൻ സമസ്താൻ കാമാൻ, ഇച്ഛാഭേദാൻ, പലതരത്തിലുള്ള ഇച്ഛകൾ. ഇച്ഛാഭേദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഇച്ഛയായാലും അതിനിവിടെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് സർവാൻ കാമാൻ എന്ന് വിശേഷിപ്പിച്ചത്. ഒരു തരത്തിലുള്ള ഇച്ഛകളും പാടില്ല. തന്റെ സ്ഥിതപ്രജ്ഞതയെ ശിഷ്യനെ ഒന്ന് ബോധ്യപ്പെടുത്തണം, അങ്ങനെ ഒരു ഇച്ഛ കൂടി. തന്നെ സ്ഥിതപ്രജ്ഞനായി മറ്റുള്ളവർ തിരിച്ചറിയണം, അങ്ങനെ ഒരാഗ്രഹമില്ല. അതുകൊണ്ട് സർവ കാമങ്ങളെയും പാർത്ഥ, അതായത് അത്തരം ആഗ്രഹങ്ങളെല്ലാം വരുന്ന ഇവിടെ വ്യക്തിഭാവത്തിലാണ്. ജീവഭാവത്തിലാണ് ഒരാൾക്ക് അത്തരം കാമനകൾ സ്വന്തം ഉള്ളിൽ വരുന്നത്. തന്നെ സ്ഥിതപ്രജ്ഞനായി മറ്റുള്ളവർ അംഗീകരിക്കണം, തന്നെ സ്ഥിതപ്രജ്ഞനായി തിരിച്ചറിയണം. ഇത്തരം ആഗ്രഹങ്ങൾ ആ ജീവഭാവത്തിൽ വരാം. ഈ സാധന അനുഷ്ഠിക്കുന്നവന് വരാം. ഇതെല്ലാം സ്ഥിതപ്രജ്ഞതയെ ശീലിക്കുന്നവന് അയാൾ ലോകപൂജയും മറ്റും ആഗ്രഹിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഇത്തരം ആഗ്രഹങ്ങൾ വരാം. അപ്പം അത്തരം ആഗ്രഹങ്ങൾ കൂടി ഉപേക്ഷിക്കണമെന്നാലേ സ്ഥിതപ്രജ്ഞ എന്നുള്ള നിലയിൽ എത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഇച്ഛാഭേദാൻ, സർവകാമങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. അതിനാണ് ലോകവാസന എന്ന് പറയുന്നത്. താൻ ഇതെല്ലാം ആർജിക്കുന്നതോടൊപ്പം അതിന്റെ ഒരു പ്രതിഫലം കൂടി ആഗ്രഹിക്കുക. ആ പ്രതിഫലം എന്താണ്? ലോകത്തിൽ നിന്ന് അതിന് കിട്ടുന്ന അംഗീകാരം. അത് ലോകം അത് അംഗീകരിക്കണം, സമ്മതിക്കണം, എന്നാലേ സമാധാനം വരത്തുള്ളൂ. സ്ഥിതപ്രജ്ഞനാണ്. അതിൻ്റെതായ ബഹുമാനമെല്ലാം കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോകും. സാധകനും ആഗ്രഹിക്കും. അതും ത്യജിക്കണം അസ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്.
അത് വളരെ സൂക്ഷ്മമായി ത്യജിക്കേണ്ടതാണ്. അങ്ങനെ സൂക്ഷ്മമായി ത്യജിക്കണമെങ്കിൽ സൂക്ഷ്മമായി അതിനെ തിരിച്ചറിയണം. നമ്മൾ ആധ്യാത്മിക ജീവികളാണ്. മറ്റുള്ള ലൗകികന്മാരിൽ നിന്നും വിലക്ഷണതയുള്ളവരാണ്, പ്രത്യേകതകളുള്ളവരാണ്. ബ്രഹ്മചാരിയാണ് അല്ലെങ്കിൽ സന്യാസിയാണ്. കാവ്യ ഉടുക്കുന്നു അല്ലെങ്കിൽ മഞ്ഞ ഉടുക്കുന്നു, രുദ്രാക്ഷം ധരിക്കുന്നു, കുറിയിടുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ ഇത്തരം കാമനകളെ ഉണ്ടാക്കുന്നതിനും കാരണമായി തീരും. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം വേറെയാണെങ്കിലും ഫലത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും തന്നെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കി തന്നെ അംഗീകരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇതെല്ലാം ഉണ്ടാക്കും. ഈ വേഷഭൂഷാദികളെല്ലാം ഉണ്ടാകും. അത് സൂക്ഷ്മമായി മനസ്സിൽ പ്രവർത്തിക്കും. മറ്റ് ശക്തമായ കാമനകളെയൊക്കെ ചിലപ്പോൾ തിരിച്ചു കഴിഞ്ഞാലും ഇത്തരം ദുർബലങ്ങളായ കാമനകൾ അപ്പോൾ ശക്തിപ്പെട്ടു വരും മനസ്സിൽ. അപ്പോൾ തന്നെ നമ്മൾ സാധാരണ പറയുമല്ലോ, എന്താണ് ഇമേജ്, അതെല്ലാം തനിക്ക് വേണം, അതൊക്കെ നിലനിർത്തണം. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കടന്നു വരും സാധകന്. അതെല്ലാം ത്യജിക്കണം. പറയുന്നു മനോഗതാൻ, പറയുന്നു മനസ്സിൽ പ്രവിഷ്ടാൻ. അത് മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഹൃദയ പ്രവിഷ്ടാൻ, അത് വളരെ ശക്തമായി രൂഢമൂലമായി മനസ്സിലിരിക്കുന്നു. ഇത്തരം കാമനകൾ ഹൃദയ പ്രവിഷ്ടാൻ. ഇത് പ്രകടിപ്പിക്കുന്നതിനുള്ളവർ ആഗ്രഹം മനസ്സിൽ വരും. അതൊരാഗ്രഹം. ബാക്കിയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ അത് ശേഷിക്കും. അപ്പോൾ ആ സർവകാമനകളെയും ഒരു സാധകൻ ത്യജിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത് ചോദിക്കുന്നു, സർവകാമപരിത്യാഗേ തുഷ്ടികാരണാഭാവ ശരീരധാരണ നിമിത്ത ശേഷേജ സതി ഉന്മത്ത പ്രമത്തസ്യ ജീവ പ്രവൃത്തി പ്രാപ്ത ഇത്യത ഉച്യത്തെ. അങ്ങനെ സർവകാമനകളെയും ത്യജിച്ചു കഴിഞ്ഞു. പലരും പറയും സർവകാമനയും ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? ജീവിതത്തിനാണ് പിന്നെ എന്താ പ്രേരണ കൊടുക്കുന്നത്? ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് ചില ആഗ്രഹങ്ങളെ ഊന്നിയിട്ടാണ് പോകുന്നത്. ജീവിക്കാൻ തന്നെ പിന്നെ എന്താണ് പ്രേരണ തരുന്നത്? സർവകാമവും ത്യജിച്ചു കഴിഞ്ഞാൽ. എന്നാണ് സർവകാമ പരിത്യാഗി. സർവകാമനകളെയും ആഗ്രഹങ്ങളെയും ത്യജിച്ചു കഴിഞ്ഞാൽ തുഷ്ടികാരണ അഭാവ. തുഷ്ടിക്ക് സന്തോഷത്തിനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരു ആഗ്രഹപൂർത്തിയാണ് ഒരു ജീവന് സന്തോഷം കൊടുക്കുന്നത്. ആഗ്രഹമേ ഇല്ലെങ്കിൽ ആഗ്രഹപൂർത്തിയില്ല. തുഷ്ടി കാരണമില്ല, ആഗ്രഹപൂർത്തിയില്ല, സന്തോഷമില്ല, തുഷ്ടിക്കുള്ള കാരണങ്ങളൊന്നുമില്ല. ആഗ്രഹപൂർത്തിയാണ് തുഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ആഗ്രഹപൂർത്തി സന്തോഷത്തെ കൊടുക്കുന്നു. ശരീരധാരണ നിമിത്ത ശേഷി, ശരീരധാരണത്തിന് നിമിത്തമായിരിക്കുന്ന പ്രാരബ്ധ ശേഷിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, ആഹാരം കഴിക്കുന്നു. ആഗ്രഹമില്ലെങ്കിൽ എങ്ങനെ ആഹാരം കഴിക്കും? ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഗ്രഹമില്ല. സർവ്വ ആഗ്രഹവും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ആഗ്രഹപൂർത്തി വരുന്നു, സന്തോഷിക്കുന്നു.
സ്ഥിതപ്രജ്ഞൻ ആ ആഗ്രഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരധാരണ നിമിത്തശേഷി, ശരീരധാരണത്തിനുള്ള നിമിത്തങ്ങൾ ശേഷിക്കുന്നു. ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള നിമിത്തം എന്താണ്? ആ പ്രാരബ്ധ സംസ്കാരം. അതുകൊണ്ട് എന്ത് നിമിത്തങ്ങൾ വരുന്നു? ക്ഷുത്പിപാസാദികൾ, വിശപ്പും ദാഹവും ഒക്കെ വരുന്നു. അവിടെ ഈ ആഗ്രഹമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ആഗ്രഹമേ ഇല്ല, പക്ഷേ ശരീരം നിലനിർത്തുന്ന ആ സംസ്കാരങ്ങളുണ്ട്. അത് ഹേതുവായിട്ട് ശരീരത്തിൽ വിശപ്പും ദാഹവും എല്ലാം അനുഭവപ്പെടും തത്വജ്ഞാനി. പക്ഷെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമില്ല, വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ജലം കുടിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല മനസ്സിൽ, പക്ഷേ ദാഹം അനുഭവപ്പെടുന്നുണ്ട്. സർവ്വാഗ്രഹം പോയാൽ പിന്നെ ജലം കുടിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ വരണമല്ലോ. ഇവിടെ എന്താണ് പറഞ്ഞത്? സർവാൻ കാമാൻ മനോഗതാനെന്നാണ്. സർവകാമങ്ങളെയും വിട്ടു എന്നാണ്. ഇവിടെ എന്ത് സംഭവിക്കും? തത്വജ്ഞാനിക്ക് ഭക്ഷണം കഴിക്കണോ, ഭക്ഷണം വിശപ്പ് വരുന്നു, ശരീരം ഭക്ഷണം ആവശ്യപ്പെടുന്നു, പക്ഷെ ആഗ്രഹമില്ല ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഉന്മത്ത പ്രമത്ത സേവ പ്രവൃത്തിപ്രാപ്ത, അങ്ങനെ ഒരു ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കും. കാരണം അവിടെ ഒരു നിയമവുമില്ലാതെ ഉന്മാദം കൊണ്ട് പ്രമാദം സംഭവിച്ചു, ബുദ്ധി മറിഞ്ഞവനെ പോലെ പ്രവർത്തിക്കും. അതായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത്. മനസ്സിന്റെ സമനില തെറ്റിയ ആൾക്ക് എന്താണ്? അയാൾ പ്രവർത്തിക്കുന്നതിന് നിയമമൊന്നുമില്ല. വിശന്നാലും ഭക്ഷിക്കും, വിശന്നില്ലെങ്കിലും ഭക്ഷിക്കും. സാധാരണ രീതിയിൽ ഒരു തരത്തിലും അതിനെ നിയമബദ്ധമല്ല, കാര്യകാരണബദ്ധമായിട്ടുള്ള സമനില തെറ്റിയ ഒരു വ്യക്തിയുടെ പ്രവൃത്തി. അതുപോലെ ആയിപ്പോവും പ്രവൃത്തി ഈ പ്രാപ്ത. അതുപോലെ ആയിരിക്കും അപ്പോൾ സർവ്വ ആഗ്രഹങ്ങളും ത്യജിച്ചവന്റെ പ്രവൃത്തി. ആ പ്രവൃത്തിക്ക് പിന്നെ പ്രേരകമായിരിക്കുന്ന എന്താണ്? ഇത്യത ഉച്യതേ. ആത്മന്യേവ പ്രത്യേകാത്മസ്വരൂപേവ ആത്മനാ സ്വേനൈവ ബാഹ്യലാഭ നിരപേക്ഷതുഷ്ട പരമാർത്ഥദർശന അമൃതരസലാഭേന അന്യസ്മാത് അലം പ്രത്യേവാൻ സ്ഥിതപ്രജ്ഞഃ സ്ഥിത പ്രതിഷ്ഠിത ആത്മാനാത്മവിവേകജ പ്രജ്ഞ യശിസ സ്ഥിതപ്രജ്ഞ വിദ്വാൻ തഥാ ഉച്യതേ. ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? ആത്മന്യേവ പ്രത്യേകാത്മസ്വരൂപേവ ആത്മനായേവ സ്വേനൈവ. സ്ഥിതപ്രജ്ഞൻ തുഷ്ടനായിരിക്കുന്നു. ഇവിടെ പറയുന്നു തുഷ്ട, സന്തുഷ്ടനായിരിക്കുന്നു. എന്താണ് അയാളെ സന്തോഷിപ്പിക്കുന്നത്? എങ്ങനെ, എവിടെ സന്തോഷിക്കുന്നു? ആത്മന്യേവ പ്രത്യേകാത്മസ്വരൂപേവ, സ്വസ്വരൂപത്തിൽ അയാൾ സ്ഥിതനായിരിക്കുന്നു. സ്വസ്വരൂപത്തിൽ സ്ഥിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപബോധം കൊണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അഹം ബ്രഹ്മാസ്മി, താൻ തന്നെയാണ് ആ പരമാത്മ ചൈതന്യം, അല്ലെങ്കിൽ തന്റെ സ്വരൂപം ആ പരമാത്മ ചൈതന്യം തന്നെ എന്നിങ്ങനെ പ്രത്യേകാത്മസ്വരൂപേവ ആത്മനാ സ്വേനൈവ, സ്വയം തന്നെ സ്വാന്തകരണം കൊണ്ട് തന്നെ നടത്തും. സ്വാന്തകരണം കൊണ്ട്, തന്റെ അന്ധകരണം, തന്റെ മനസ്സുകൊണ്ട് തന്റെ സ്വരൂപത്തെ ഗ്രഹിച്ച് നടത്തും. ഇതാണ് വേറൊരു ഭാഗത്ത് പറയുന്നത് ഉദ്ധരേത് ആത്മനാത്മാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. സ്വമനസ്സ് കൊണ്ട് സ്വസ്വരൂപത്തെ ഗ്രഹിച്ച് അങ്ങനെ തുഷ്ടനായി സ്ഥിതി ചെയ്യുന്നു. ബാഹ്യലാഭ നിരപേക്ഷ
തുഷ്ട. ബാഹ്യലാഭത്തെ അപേക്ഷിക്കാതെയുള്ള തുഷ്ടി, അതാണ് സ്ഥിതപ്രജ്ഞൻ. ബാഹ്യമായ ഒന്നിനെയും അപേക്ഷിക്കാതെ തുഷ്ടനായിരിക്കുന്നു. ബാഹ്യമായ വസ്തുക്കളെ അപേക്ഷിച്ച് ഒരു കാരണവശാലും ഒരു സാധകൻ തുഷ്ടനാകാൻ പാടില്ല എന്നർത്ഥം. ആത്മബോധം കൊണ്ട് തന്നെ തുഷ്ടിയെ പ്രാപിക്കുക. അപ്പൊ ചോദിക്കും, ഭക്ഷണം വിശപ്പും ദാഹമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് കഴിക്കുമ്പോൾ സന്തോഷം വരത്തില്ലേ സ്ഥിതപ്രജ്ഞന് എന്ന് ചോദിക്കും. അതിനോടൊന്നും അവിടെയൊന്നും ആഗ്രഹം വരത്തില്ലേ? ആഗ്രഹപൂർത്തി വരുമ്പോൾ സന്തോഷം വരത്തില്ലേ? അത് വരും. അതിനെക്കുറിച്ച് ഇനി പറയും. ആപൂര്യമാണ് അചലപ്രതിഷ്ഠം. സമുദ്രമാവ പ്രവിശന്തിയത്തു തദ്വത് കാമായം പ്രവിശന്തി എന്ന് പറയും. എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് മറ്റ് ജലപ്രവാഹങ്ങളെല്ലാം നദികളും മറ്റും കടന്നു കഴിഞ്ഞാലും സമുദ്രം അചലമായിരിക്കുന്നു, സമുദ്രമായി തന്നെ ഇരിക്കുന്നു. അതുപോലെ ഈ സ്ഥിതപ്രജ്ഞന്റെ തുഷ്ടിയിൽ ആത്മലാഭം കൊണ്ട് അയാൾക്ക് നിത്യപ്രാപ്തമായിരിക്കുന്ന തുഷ്ടിയിൽ മറ്റു തുഷ്ടികളെല്ലാം അന്തർഭവിച്ചു പോകും. സ്ഥിതപ്രജ്ഞതയുടെ തുഷ്ടിയില്ല എങ്കിൽ മറ്റു തുഷ്ടികൾക്കെല്ലാം അവിടെ പ്രാധാന്യം വരും. സമുദ്രം അത്ര ഗഹനമായതുകൊണ്ട് മറ്റ് ജലപ്രവാഹങ്ങൾക്കൊന്നും അതിനെ ക്ഷോഭിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ തുഷ്ടി അത് സീമാതീതമായിരിക്കും. അതുകൊണ്ട് പ്രാരബ്ധരൂപത്തിൽ അസ്ഥിതപ്രജ്ഞനും തുഷ്ടി വരാം, ലഘുവായ തുഷ്ടികൾ. അതൊരു അജ്ഞന്റെ തുഷ്ടി പോലെ അയാളെ ബാധിക്കുന്നില്ല. ഒരു അജ്ഞന്റെ തുഷ്ടി കേവലമായി ആ തുഷ്ടി മാത്രമായി നിൽക്കുന്നു. അയാളെ സംബന്ധിച്ച് സന്തോഷത്തിന് വേറെ വകയില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ തുഷ്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്നു, അതിനധീനനായിപ്പോകുന്നു. ആത്മവിസ്മൃതി സംഭവിച്ച് അയാൾ ആ തുഷ്ടിയിൽ ലയിച്ചു പോകുന്നു, അതിൽ അയാൾ രമിച്ചു പോകുന്നു. അതേസമയം സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ഇവിടെ പറയും, ആത്മക്രീഡ, തന്നിൽ തന്നെയാണ് അയാൾ രമിക്കുന്നത്, ആനന്ദിക്കുന്നത്. അതുകൊണ്ട് പ്രാരബ്ധരൂപത്തിൽ വരുന്ന മറ്റു ദുഷ്ടികളൊന്നും ആ സ്ഥിതപ്രജ്ഞനിൽ അജ്ഞനിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നില്ല. ശരീരത്തിന്റെ പ്രാരബ്ധമനുസരിച്ച് സ്ഥിതപ്രജ്ഞനാണെങ്കിലും പറഞ്ഞല്ലോ, പശ്വാദി വിശ്വവിശേഷ പലതരത്തിലുള്ള തുഷ്ടികളും അസ്ഥിതപ്രജ്ഞന്റെ അന്ധകരണത്തിലേക്കും കടന്നു വരാം. അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ സൂര്യ തേജസ്സിൽ മറ്റു തേജസ്സിനൊന്നും നിലനിൽപ്പില്ലാത്തപോലെ നിഷ്പ്രഭമായി പോകുന്നത് പോലെ അതെല്ലാം എന്ത് ചെയ്യുന്നു? അതിൽ വിലയിച്ചു പോകുന്നു. അതിന് പ്രത്യേകിച്ചൊരു നിലനിൽപ്പില്ല. അതാണ് പറഞ്ഞ ബാഹ്യലാഭ നിരപേക്ഷ തുഷ്ടൻ. സ്ഥിതപ്രജ്ഞനും വിശപ്പുണ്ടാവാം, ദാഹം ഉണ്ടാകാം, ഭക്ഷണം കഴിക്കുമ്പോൾ തൃപ്തി വരാം, അതിനൊന്നും വ്യത്യാസമില്ല. സ്ഥിതപ്രജ്ഞനാണ്
അതുകൊണ്ട് മോശമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരുചി തോന്നത്തില്ല. എന്ന് കരുതി ആരും മോശമായ ഭക്ഷണം കഴിക്കണ്ട. തന്റെ സ്ഥിതപ്രജ്ഞതയെ വെളിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. സ്ഥിതപ്രജ്ഞനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും വൃത്തികേടായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ കഴിക്കും. കാരണം ഇത് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെ സ്ഥിതപ്രജ്ഞനല്ലെന്ന് തിരിച്ചറിഞ്ഞാലോ. സ്ഥിതപ്രജ്ഞനായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളിനെ എപ്പോഴും ഒരു ഉൾഭയം കാണും. ഇയാൾ എപ്പോഴാണ് തന്നെ സ്ഥിതപ്രജ്ഞനല്ല എന്ന് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിനെക്കുറിച്ച് മറ്റുള്ളവരുടെ ആ തിരിച്ചറിവിനെക്കുറിച്ച് ഭയന്നാണ് അയാൾ സ്ഥിതപ്രജ്ഞനായി തുടരുന്നത്. എപ്പോഴും ഒരു ഉൾഭയം കാണും. എപ്പോഴെങ്കിലും ഇയാൾ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കള്ളി പൊളിഞ്ഞു. അത് വരാതിരിക്കാൻ വേണ്ടി എരിവ് കൂടിയാലും കൂടിയെന്ന് പറയത്തില്ല, ഉപ്പില്ലെങ്കിലും ഉപ്പില്ലെന്ന് പറയത്തില്ല, കഴിച്ചോളൂ. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞന്മാരെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ സ്ഥിതപ്രജ്ഞൻ ഉൾഭയമില്ല. തന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ചറിയുമോ താൻ അതല്ല എന്ന്. അങ്ങനെ ഒരു ഭയമില്ല. ആത്മതുഷ്ടിയിലിരിക്കുന്നു. മറ്റുള്ള തുഷ്ടികളെ അയാൾക്ക് തിരിച്ചറിയാം. അതായത് ഉന്മത്ത പ്രമത്തനെ പോലെയല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ഉന്മാദം കൊണ്ട് സമനില തെറ്റിയവനെ പോലെയല്ല. ഉന്മാദം ഒരു രോഗമാണ്. അതുകൊണ്ട് സമനില തെറ്റിയവനെ പോലെയല്ല. സ്ഥിതപ്രജ്ഞനും തന്റെ മനസ്സിൽ വരുന്ന വികാര വിചാരങ്ങളെല്ലാം തിരിച്ചറിയാം. അവിടെയും വരും എല്ലാ വികാരങ്ങളും. മനുഷ്യ സഹജമായിരിക്കുന്ന വികാരങ്ങളെല്ലാം സ്ഥിതപ്രജ്ഞതയിലും വരും. അത് വരാതിരിക്കണമെങ്കിൽ വല്ല കല്ലോ മരമോ ഒക്കെ ആയിരിക്കും. മരത്തിനുണ്ട് ഉണങ്ങിയ തടി, അതായിരിക്കും. എന്നാൽ വരത്തില്ല. ശവശരീരത്തിൽ ഇതൊന്നും വരുന്നില്ല. പക്ഷെ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, അത് ഉന്മാദം ബാധിച്ച ഒരവസ്ഥയല്ല സ്ഥിതപ്രജ്ഞാവസ്ഥ എന്ന് പറയുന്നത്. മനുഷ്യന്റെ അവസ്ഥ തന്നെ, മറ്റേതെങ്കിലും ഒരവസ്ഥയായിരുന്നു. അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു, ആ ബാഹ്യലാഭങ്ങളിൽ നിരപേക്ഷനായി ആ സ്ഥിതപ്രജ്ഞൻ തുഷ്ടിയെ നിലനിർത്തുന്നു. അതാണ് ആപൂര്യമാണ് അചലപ്രതിഷ്ഠം എന്ന് പറയുന്നത്. മനസ്സ് വികാരശൂന്യമായ ഒരു നിലയെന്ന്. മനസ്സ് വികാരശൂന്യമായൊരു നിലയിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഉറങ്ങണം, ഗാഠനിദ്ര, നിദ്രയിലേ അത് സംഭവിക്കും. ഉണർന്നിരിക്കുമ്പോൾ അത് സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ മനോനിരോധം ചെയ്ത് സമാധിയിലേക്ക് പോകും. അല്ലെങ്കിൽ മൂർച്ഛ എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിക്കും. ഇതൊന്നുമല്ലാതെ മനസ്സ് നിർവികാരമാകത്തില്ല. മനസ്സ് നിലനിൽക്കുന്നോ അവിടെ അത് വികാരത്തോടു കൂടി നിലനിൽക്കത്തുള്ളൂ. എന്തുകൊണ്ട്? അത് ഗുണകാര്യമാണ്. സത്വരജസ്തമോ ഗുണം. അത് ജ്ഞാനിയിലിരുന്നാലും ശരി, അജ്ഞാനിയിലിരുന്നാലും ശരി, അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പറയും നിഗ്രഹ കിം കരിഷ്യതി. അതിന്റെ സ്വഭാവത്തെ നിഗ്രഹിക്കാൻ ആർക്കാ കഴിയുന്നത്? ജ്ഞാനിക്കും കഴിയത്തില്ല. ജ്ഞാനി നിഗ്രഹിച്ചു കളയും ഒരിക്കലുമില്ല. സ്വഭാവത്തെ നിഗ്രഹിക്കാൻ ആർക്കും കഴിയത്തില്ല. വസ്തു സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. പ്രകൃതിയിൽ ജ്ഞാനവാനപി വേറൊരു ഭാഗത്തും പറയും. ഗീതയിൽ തന്നെ ഇതെല്ലാം പറയും. ജ്ഞാനവാനാണെങ്കിൽ കൂടിയും സ്വപ്രകൃതിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വെച്ചാൽ പ്രകൃതി അവിടെയും സജീവമാണ്, പ്രവർത്തിക്കുന്നുണ്ട്. ജ്ഞാനം കൊണ്ടുള്ള ലാഭം എന്താണ്? ഇതാണ് ബാഹ്യ ലാഭ നിരപേക്ഷ തുഷ്ടനായിരിക്കും. ആ തുഷ്ടി പ്രകൃതി നിയമം അനുസരിച്ച്
സ്വന്തം അന്ധകരണത്തിൽ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ജ്ഞാനി അതിനെ ആശ്രയിക്കുന്നില്ല സ്വന്തം തുഷ്ടിക്ക് വേണ്ടി. ആത്മലാഭം കൊണ്ട് തന്നെ അയാൾ കൃതകൃത്യനായിരിക്കുന്നു. പരമാർത്ഥ ദർശന അമൃതരസലാഭേന. ഈ തുഷ്ടിക്ക് പകരം വയ്ക്കാൻ മറ്റെന്തെങ്കിലും ഒരു തുഷ്ടി വേണം, ഇല്ലെങ്കിൽ ഇതിന് കീഴ്പ്പെട്ടു പോകും. മറ്റു തുഷ്ടികൾക്കൊന്നും ആത്മതൃപ്തനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അതാണ് പറയുന്നത് പരമാർത്ഥ ദർശനം. എന്താണ് തത്വജ്ഞാനം? അതിന്റെ അമൃതരസ ലാഭേന. അത് അമൃതരസമാണ്. അത് പരമമായ തുഷ്ടിയെ കൊടുക്കുന്നതാണ്. അമൃതം പരമമായ ആനന്ദത്തെ കൊടുക്കുന്ന ഒന്നാണ്. അമൃതരസതുല്യമാണ് ആത്മബോധം കൊണ്ട് ഒരാൾക്ക് കൈവരുന്ന തുഷ്ടി. അതാണ് തുഷ്ടൻ എന്ന് പറഞ്ഞത്. അന്യസ്മാത് അലം പ്രത്യവാൻ. മറ്റുള്ളതെല്ലാം മതി എന്ന് തോന്നുന്നവൻ. അതാണ് അലം പ്രത്യം, മതി എന്ന് പറയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വിളമ്പും പറയല്ലേ മതി, അത് തന്നെ അലം പ്രത്യം എന്ന് പറയുന്നു. ഈ മതി എന്നുള്ള ഭാവം സർവ്വ വിഷയങ്ങളിലും ഉള്ളവൻ. അനാദിയായി അനന്തമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ജന്മങ്ങളിൽ ജീവന്റെ ഈ പോക്കൽ അനന്തമായ അനുഭവങ്ങളുണ്ടായി. സുഖദുഃഖാദി അനുഭവങ്ങൾ മുഖ്യമായിട്ട്. ഈ അനുഭവങ്ങളെല്ലാം മതി എന്ന് നിശ്ചയിച്ചവൻ, ഇനി വേണ്ട എന്ന് കരുതുന്നു. ഈ അനുഭവങ്ങളെല്ലാം ഈ ജീവൻ സ്വീകരിക്കുകയോ ത്യജിക്കുകയോ ചെയ്തിട്ടുണ്ട്. സുഖം വരുമ്പോൾ സ്വീകരിക്കുന്നു, ദുഃഖം വരുമ്പോൾ ത്യജിക്കുന്നു. ഈ പ്രക്രിയയിൽ അലംഭാവം വന്നു, മതി എന്നുള്ള ബോധം വന്നു, അലം പ്രത്യവാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പ്രത്യേകിച്ച് സുഖത്തെ കാക്ഷിക്കുന്നില്ല, ദുഃഖത്തെ ഒഴിവാക്കാനും ശ്രമിക്കുന്നില്ല. രണ്ടുമില്ല. ഇവിടെ സ്ഥിതപ്രജ്ഞൻ ദുഃഖ നിവാരണത്തിനുള്ള മാർഗങ്ങളും തേടുന്നില്ല. രണ്ടും തുല്യമാണ്. സുഖത്തിനെ കുറിച്ചുള്ള ഉപായങ്ങൾ ചിന്തിക്കുന്നത് പോലെ പ്രധാനമാണ് ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ ചിന്തിക്കുക. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ല. ന ദ്വേഷ്ടി ന കാംക്ഷതി. ഇനി അടുത്ത് പറയും, ദുഃഖത്തെ അയാൾ വെറുക്കുന്നില്ല, സുഖത്തെ അയാൾ കാക്ഷിക്കുന്നുമില്ല എന്ന് പറയും. സാധാരണഗതിയിൽ സുഖത്തെ കാക്ഷിക്കുന്ന ഒരുവൻ ദുഃഖത്തെ വെറുക്കുന്നുണ്ട്, ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യാതൊരു ശ്രമങ്ങളും സ്ഥിതപ്രജ്ഞനിൽ ഇല്ല. അതാണ് അലം പ്രത്യം എന്ന് പറഞ്ഞത്. ഇതെല്ലാം മതി. അങ്ങനെ ഒരു അവസ്ഥ സാധകനും വേണം. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ല സ്ഥിതപ്രജ്ഞനെ വർണ്ണിച്ചതുകൊണ്ട് അത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല. മറ്റൊരു വ്യക്തിയുടെ ആന്തരികമായ ഭാവത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടിട്ട് പ്രയോജനമൊന്നുമില്ല. ബാഹ്യമാണെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചറിയാമായിരുന്നു. ഇത് ബാഹ്യമല്ല. അപ്പോൾ സാധകനെ സംബന്ധിച്ച് അത് വേണം. സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങളിൽ, ദുഃഖനിവാരണത്തിലുള്ള ഉപായങ്ങളിൽ എല്ലാം അലംപ്രത്യം, മതി, അത്തരം പ്രവർത്തനങ്ങൾ ആവശ്യമില്ല എന്ന് മനസ്സിന് സ്ഥിരമായ ധാരണ വേണം. അങ്ങനെ സ്ഥിതപ്രജ്ഞൻ, സ്ഥിത പ്രതിഷ്ഠിത ആത്മാനാത്മ വിവേകജ പ്രജ്ഞായസ്യ സസ്ഥിതപ്രജ്ഞൻ. ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? സ്ഥിരമായിരിക്കുന്ന, എന്നുവെച്ചാൽ മാറ്റമില്ലാതിരിക്കുന്ന ആത്മാനാത്മ വിവേകപ്രജ്ഞയാണ്. ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്ന സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള വിവേകം, ജ്ഞാനം, വിവേകമാകുന്ന ജ്ഞാനം. അതിൽ സംശയം വരുന്നില്ല, ഭ്രമം വരുന്നില്ല.
അതില്ലാതെയും വരുന്നില്ല, അജ്ഞാനവും വരുന്നില്ല. അങ്ങനെയുള്ള വിദ്വാൻ ഏത് സമയത്താണോ ഇങ്ങനെ ഒരവസ്ഥ വരുന്നത് അപ്പോൾ അവനെ സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു. തെക്ത പുത്ര വിത്ത ലോകേഷണ, നേരത്തെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. 3 തരത്തിലുള്ള ഏഷണങ്ങൾ. ആഗ്രഹം, ഏഷണം എന്ന് വെച്ചാൽ ആഗ്രഹം, ഏഷണ ആഗ്രഹം പ്രധാനമായി 3 തരത്തിൽ വരുന്നു. പുത്ര എന്നുവെച്ചാൽ സന്താനം, വിത്തം ധനം, ലോകം പരലോകവും മറ്റും. ഇതെല്ലാം ത്യജിച്ചവൻ, ഇത്തരം ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ചവൻ എന്നുവെച്ചാൽ സന്യാസി എന്നർത്ഥം. ഇതെല്ലാം ത്യജിക്കണം. ഇതെല്ലാം ത്യജിക്കാൻ സന്യാസിക്ക് കഴിയും. അല്ലെങ്കിൽ ഇത് ത്യജിച്ചവനാണ് സന്യാസി. ഈ ഏഷണ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് ആഗ്രഹം, സ്നേഹം, മമത അതെല്ലാം വരും. ഇതിനോടെല്ലാം മമതയുള്ളവൻ ആയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സന്യാസി എന്ന് പ്രത്യേകം പറയുന്നത്. ഗൃഹസ്ഥനായിരിക്കെ ഈ മമത ഇല്ലാതിരിക്കുക പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സന്യാസി എന്ന് പറയുന്നത്. ഗൃഹസ്ഥന് പുത്രേഷണ സന്താനങ്ങളോടുള്ള ആ മമത അത് ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. ധനത്തോടുള്ള ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. ലോകത്തോടുള്ള ആഗ്രഹം ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പറഞ്ഞു സന്യാസം. സന്യാസം എന്ന് പറയുന്നതിന് ഇതെല്ലാം ഉപേക്ഷിക്കുന്നതാണ്. ഇത്തരം പ്രാരബ്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നവൻ, ഇതിലൊന്നും മമതയില്ലാത്തവൻ. അത്തരമൊരു മനോഭാവം സാധകനും വേണം. അതുകൊണ്ട് ആദ്യം ഗൃഹസ്ഥാശ്രമം, പിന്നീട് സന്യാസം. മറ്റൊരു നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ ആകാം എന്നുള്ളതല്ലാതെ അതൊരു മുഖ്യമായ ഉപായമല്ല. ക്ലേശം കൂടുതലുണ്ടെങ്കിലും ഈ തെക്തപുത്രവിത്ത ലോകേഷണനായി ഈ ഏഷണങ്ങളെല്ലാം ത്യജിച്ചൊരുവൻ നേരിട്ട് അങ്ങോട്ട് കടക്കുന്നതാണ് ഉത്തമം, ശ്രേഷ്ഠം. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ എപ്പോഴും ഈ സന്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് പോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക പ്രയാസമാണ്. ഈ ഏഷണങ്ങളെ ത്യജിക്കാൻ വളരെ ക്ലേശമാണ്. അതിലേക്ക് പ്രവേശിക്കാതിരുന്നു കഴിഞ്ഞാൽ സംസ്കാരം അനുകൂലമാണെങ്കിൽ ഇതിനെ ത്യജിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായി തീരും. ഈ ദൃഷ്ടി, ത്യാഗത്തിന്റെ ദൃഷ്ടിയിൽ അത് ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ 2 കൂട്ടരെ കുറിച്ചും പറഞ്ഞു നേരത്തെ. മറ്റത് മോശമെന്നുള്ള അഭിപ്രായത്തിലല്ല. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് അങ്ങനെ പോകുന്നു, ചിലർ അങ്ങനെ അല്ലാതെ പോകുന്നു എന്ന് 2ഉം പറഞ്ഞു. 2 രീതിയിലായാലും സ്ഥിതപ്രജ്ഞ പദവിയിലെത്താം. പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ആ ധർമ്മങ്ങളെല്ലാം ശരിയായി അനുഷ്ഠിച്ച് പിന്നെ വരിക എന്ന് പറയുമ്പോൾ വളരെ ക്ലേശകരമാണ്. അത് അനുഷ്ഠാനത്തിലുള്ള ക്ലേശം അല്ല, അതിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള ക്ലേശമാണ്. മോചനം നേടാൻ വളരെ ക്ലേശമാണ്. ഈ ഏഷണകളെ ത്യജിക്കുക അവിടെ വളരെ ക്ലേശകരമാണ്. കാരണം ആ ഏഷണകളെ സ്വീകരിച്ചിട്ട് അതിനെ ത്യജിക്കേണ്ടി വരുന്നു. അതാണ് അതിന്റെ വൈഷമ്യം. ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്.
പ്രത്യേകിച്ചും വൈദിക ധർമ്മം അനുസരിച്ച് പുത്രൻ തന്നെ എന്തിനു വേണ്ടിയാണ്? ലോകത്തിന് വേണ്ടിയിട്ടാണ്, പരലോകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ഏഷണങ്ങളെ സ്വീകരിക്കുന്നു, എന്നിട്ട് ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ച് അതിനെ ത്യജിക്കണം. അപ്പോൾ ഇതെല്ലാം ആദ്യം സമ്പാദിച്ചിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടമാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ന്യൂനതയും ഗൃഹസ്ഥാശ്രമത്തിന്റെ. അല്ല, ഗൃഹസ്ഥാശ്രമം മോശം എന്നുള്ള രീതിയിലല്ല, അതിനിങ്ങനെ ഒരു വൈഷമ്യമുണ്ട്. ആദ്യം ഗ്രഹിക്കേണ്ടി വരിക, സ്വീകരിക്കേണ്ടി വരിക. ഇല്ലാത്തവനൊരിക്കലും ഈ ധർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ ഒക്കത്തില്ല. കാരണം ഗൃഹസ്ഥധർമ്മ അനുഷ്ഠാനത്തിന് ഏഷണങ്ങൾ കൂടിയേ തീരും. ഈ കാമനകളുള്ളവനെ ഗൃഹസ്ഥധർമ്മം പൂർണ്ണമായി അനുഷ്ഠിക്കാൻ പറ്റും. അതിനെ ഒരു ജന്മത്തിൽ തന്നെ അതിനെ സ്വീകരിക്കുക, ആ ജന്മത്തിൽ തന്നെ അതിനെ വിടുക, അതിനുപേക്ഷിക്കുക. വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി, ഗൃഹസ്ഥന്മാരെ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഏഷണകളെല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെ അയാൾ ഭിക്ഷാചര്യം ചരിക്കാൻ പറഞ്ഞിരിക്കും. എന്നുവെച്ചാൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഈ ഏഷണങ്ങളെ ത്യജിക്കുക വളരെ ക്ലേശമാണ്. അതുകൊണ്ട് വേറെ ആശ്രമം കൂടി വെച്ചു, സന്യാസം ആശ്രമധർമ്മം കൂടി വെച്ചു, ഭിക്ഷാചര്യം സ്വീകരിക്കുന്ന ആശ്രമം. എന്നിട്ട് ഇതിനെ കൂടെ ഉപേക്ഷിക്കുന്ന ഒരാശ്രമം. അത് വളരെ ക്ലേശകരമാണ്. മറിച്ച് ബ്രഹ്മചാരിക്കാണെങ്കിലോ അയാൾ സ്വീകരിക്കുന്നില്ല ഇതിന്. അതുകൊണ്ട് ത്യാഗത്തിന് കുറച്ചുകൂടി എളുപ്പമുണ്ട്. സ്വീകരിച്ചിട്ട് ത്യജിക്കുക എന്നുള്ളതിനേക്കാൾ എളുപ്പമാണ് സ്വീകരിക്കാതെ ത്യജിക്കുക എന്ന് പറയുന്നത്. അതാണ് ബ്രഹ്മചര്യത്തിന് അനുകൂലമായിട്ട് വരുന്നത്. പറഞ്ഞല്ലോ, ആദിതയേവ സന്യസ്യ കർമാണി, തുടക്കത്തിൽ പറഞ്ഞു. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ കർമ്മങ്ങളെ സന്യസിക്കുന്നു. കർമ്മങ്ങളെ സന്യസിക്കുക എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ അയാൾക്ക് സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. മറുവശത്ത് സ്വീകരിച്ചിട്ട് ത്യജിക്കുന്നതിന് പരിശ്രമിക്കണം. ഒരു ജന്മത്തിൽ തന്നെ, വർത്തമാന ജന്മത്തിൽ തന്നെ സ്വീകരിച്ച് കാമനകളെല്ലാം അനുഭവിച്ച് അതിനെ ത്യജിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് വർത്തമാന ജന്മത്തിൽ തന്നെ ഇതെല്ലാം അനുഭവിച്ചതുകൊണ്ട് അതിന്റെ സ്മരണ പെടത്തില്ല. ആണ് ഗാർഹസ്ഥ്യത്തിൽ വരുന്ന ബുദ്ധിമുട്ട്. ബ്രഹ്മചാരിക്കാണെങ്കിലോ ജന്മാന്തരങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വർത്തമാന ജന്മത്തിൽ അത് സ്വീകരിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള സംസ്കാരം, സ്മരണ ദൃഢമല്ല. അതുകൊണ്ട് അയാൾ സ്വീകരിക്കാതിരിക്കുന്നതിന് യത്നിച്ചാൽ മതി. സ്വീകരിക്കാതിരിക്കുന്നതിനുള്ള യത്നം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും പൂർവ്വ ജന്മാന്തര സംസ്കാരത്തിലെ വാസനകളെ അതിജീവിക്കാൻ അയാൾ പരിശ്രമിച്ചാൽ മതി. ഗൃഹസ്ഥനെ സംബന്ധിച്ച് അതല്ല. ഈ ജന്മത്തിൽ തന്നെ ആർജിച്ച വാസനകളെ പരിശ്രമിക്കാൻ അയാൾ ശ്രമിക്കണം. അതുകൊണ്ട് അത് കുറച്ചുകൂടി ക്ലേശകരമാണ്. അതുകൊണ്ട് തെക്തപുത്രവിത്ത ലോകേഷനായി സന്യസ്യ, ഏത് രീതിയിലായാലും ഈ കാമനകളെ ത്യജിക്കുക, അതാണ് മുഖ്യം. ഗൃഹസ്ഥനായാലും ശരി, ബ്രഹ്മചാരിയായാലും ശരി. അപ്പൊ ഇവിടെ ഗൃഹസ്ഥൻ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ അങ്ങനെ തിരിച്ചളയരുത്. ബാഹ്യമായ വേഷം കൊണ്ട് സന്യാസി അല്ലെങ്കിൽ ബ്രഹ്മചാരിയാകുക, അതിനിവിടെ ഈ ചർച്ചയിലൊന്നും യാതൊരു പ്രസക്തിയില്ല. ബാഹ്യമായ അയാൾ ഇന്ന വേഷം ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അയാൾ ബ്രഹ്മചാരിയാണ്, സന്യാസിയാണ്. ബാഹ്യമായ സന്യാസത്തിനും ബ്രഹ്മചര്യത്തിനും ഒന്നും ഇവിടെ പ്രസക്തിയില്ല. അതുപോലെ ഗാർഹസ്ഥ്യത്തിനും പ്രസക്തിയില്ല. ഒരാൾ വിവാഹം കഴിച്ചു, അതുകൊണ്ട് അയാൾ ഗൃഹസ്ഥനാവുന്നില്ല, അയാൾ ഗൃഹസ്ഥധർമ്മത്തിൽ പ്രവേശിക്കുന്നില്ല. ഇവിടെ പറയുന്ന മുഴുവൻ വ്യക്തികളുടെ ആന്തരികമായ ഭാവങ്ങളെക്കുറിച്ചാണ്.
അപ്പോൾ ബാഹ്യമായി ഏത് ജീവിത രീതി സ്വീകരിച്ചാലും ശരി, ആന്തരികമായി ഈ കാമനകളെ ത്യജിച്ച് ആത്മാരാമഃ, ആത്മാവിൽ തന്നെ ആനന്ദിക്കുന്നവനായി, ആത്മക്രീഡ, വിഷയങ്ങളിൽ രമിക്കാത്തവനായി, സ്ഥിതപ്രജ്ഞ, ആത്മാനാത്മവിവേകത്തിൽ സ്ഥിരതയുള്ളവനായി തീരുന്നു എന്നാണ്. അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴാണോ ഒരുവന് കരഗതമാകുന്നത് അപ്പോൾ അവനെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ആ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുമ്പോൾ എല്ലാ വ്യവഹാരങ്ങളെയും ഉപേക്ഷിച്ച് സമാധിയിലിരിക്കുന്നവൻ എന്ന് ധരിക്കരുത്. അതുദാഹരണം ഇത് ഉപദേശിച്ച ആള് തന്നെ സ്ഥിതപ്രജ്ഞനായിരുന്നു. സാധാരണ ജീവന്മാർക്ക് അതൊരു ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയത്തില്ല. എങ്കിലും ആ ആന്തരിക ഭാവത്തെ മനസ്സിലാക്കാൻ അത് നമുക്കെടുക്കാം. അത് നമുക്ക് അനുകരണീയമല്ല. ഇപ്പൊ ഭഗവാന്റെ ജീവിതം ജീവന്മാർക്കൊരിക്കലും അനുകരണീയമല്ല. അതുപോലെ ആയിത്തീരാൻ ശ്രമിക്കുന്നതിലർത്ഥമില്ല, ആയിത്തീരാൻ സാധ്യവുമല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആന്തരികമായ ഭാവം ഇതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. എന്നിട്ട് ആ വിശദീകരണങ്ങളെ മനസ്സുകൊണ്ടൊരാൾക്ക് ഗ്രഹിക്കാം, അതിനെ മാനസികമായി അഭ്യസിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് വിശദീകരിച്ച് പറയുന്നത്. അതാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ബാഹ്യമായ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത് സ്ഥിതപ്രജ്ഞനെ. ഇനി ആരെങ്കിലും സ്ഥിതപ്രജ്ഞനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല, അതായിക്കോട്ടെ. പക്ഷെ പറയുന്നതിന്റെ ഉദ്ദേശം അതല്ല. ഒരു സ്ഥിതപ്രജ്ഞന്റെ ആന്തരിക ഭാവം ഇങ്ങനെയായിരിക്കും, അതിനെ മനസ്സിലാക്കുക. മനസ്സിലാക്കുന്നത് തന്നെ ഏറ്റവും വലിയ സാധനയാണ്. സ്വയം അഭ്യസിക്കുക. അഭ്യാസം എന്ന് പറയുമ്പോഴും ഒരിക്കലും അത് ബാഹ്യമായ അനുകരണമാകുകയും ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഭഗവാന്റെ ജീവിതം തന്നെ മനുഷ്യന് അനുകരിക്കത്തക്കതല്ല. അതിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ അനുകരിച്ച് വേറെ അംശത്തെ അനുകരിക്കാതിരിക്കാനും പറ്റത്തില്ല. അനുകരിക്കണമെങ്കിൽ എല്ലാം അനുകരിക്കണം. ഗോവർദ്ധനത്തെ കുടയായി പിടിച്ചു, അതെല്ലാം ചെയ്യേണ്ടി വരും. നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഈ പറയുന്നത് ബാഹ്യമായി എന്തെങ്കിലും അനുകരിക്കാൻ വേണ്ടിയിട്ടില്ല. ബാഹ്യമായിട്ടുള്ള അർജുനന്റെ ചോദ്യം വാസ്തവത്തിൽ ബാഹ്യമായ തലത്തിലാണ്. കാരണം അർജുനന്റെ നില അതാണ്. ആ ഭാഷ, ഉടുപ്പും നടപ്പും കിടപ്പും ഒക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഭഗവാൻ ഉത്തരം പറയുന്നിടത്ത് അതൊന്നും പറയുന്നില്ല. ഇരിക്കുന്നത് പത്മാസനത്തിലാണ്, നടക്കുന്നത് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. ഭഗവാൻ പറയുന്നത് എന്താണ്? ആന്തരികമായ ഭാവങ്ങളെയാണ് പറയുന്നത്. അതാണ് മുഖ്യം. അതാണ് അർജുനൻ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അതാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത് അനുകരണമല്ല, മറിച്ച് തികച്ചും അഭ്യാസമാണ്. വീണ്ടും പറയും, അഭ്യാസേനത് കൗന്ദേയ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കരഗതമാക്കേണ്ടത് അഭ്യാസത്തിലൂടെയാണ്, പരിശീലനത്തിലൂടെയാണ്, ആന്തരികമായ പരിശീലനത്തിലൂടെയാണ്. ബാഹ്യമായ ഏതെങ്കിലും തരത്തിൽ അനുകരിക്കുന്നത് കൊണ്ട് അല്ല. ഇനി ശ്ലോകത്തിന് നോക്കുക. പാർത്ഥ അല്ലയോ അർജുന, യഥാ എപ്പോഴാണോ മനോഗതാൻ സർവാൻ കാമാൻ പ്രജഹാതി, മനോഗതാൻ ഹൃദയത്തിൽ
ഇരിക്കുന്നതായ സർവാൻ കാമാൻ സർവകാമനകളെയും പ്രജഹാതി പൂർണ്ണമായും പരിത്യജിക്കുന്നത് തഥാ അപ്പോൾ ആത്മനാ ഏവ തുഷ്ടഃ തന്നിൽ സ്വയം തന്നെ തുഷ്ടനായിരിക്കുന്നവൻ സ്ഥിതപ്രജ്ഞ ഉച്യതേ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സമയം. ഇനി പറയും ഇതിനെക്കുറിച്ച്. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്ഥിതപ്രജ്ഞനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് എപ്പോഴും ബാഹ്യമായിട്ടാണ് മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും. ബാഹ്യമായ ലക്ഷണങ്ങൾ അടയാളങ്ങളിലൂടെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. പക്ഷേ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ എന്താണ്? സർവഭൂതാനം യാ നിശ, അത് അന്ധകാരമയമാണെന്നാണ്, അജ്ഞമാണ്, അജ്ഞേയമാണത് സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം. തത്വജ്ഞാനിയുടെ ആ സ്ഥിരത അജ്ഞാനിക്കത് തികച്ചും അജ്ഞേയമാണ്. എന്നാലും അയാൾ തത്വജ്ഞാനിയെ തിരിച്ചറിയുന്നു. അതാണ് അതിശയം. അയാൾ തത്വജ്ഞാനിയാണ് എന്നെല്ലാം തിരിച്ചറിയുന്നു. ഊഹാപോഹങ്ങളിലൂടെ, ബാഹ്യമായ അടയാളങ്ങളിലൂടെ അതല്ല എന്ന് പറയുന്നു. ഇത് സ്വയം അഭ്യസിച്ച് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദുച്യതേ. ദുഃഖേഷു അനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. കിഞ്ച ദുഃഖേഷു, വീണ്ടും അതിനെ തന്നെ വിശദീകരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ആ സ്ഥിതപ്രജ്ഞന്റെ മാനസിക നില? അതായത് 2-ാം അധ്യായത്തില് തുടക്കം മുതൽ സാധനങ്ങളെയാണ് നിർദ്ദേശിക്കുന്നത്. കർമ്മയോഗയുടെ നിഷ്ഠയും ജ്ഞാനയോഗിയുടെ നിഷ്ഠയും. അത് കഴിഞ്ഞ് ഈ അധ്യായത്തിന്റെ അവസാനം തന്നെ ആ രണ്ടിന്റെയും ഫലത്തെയും പറയുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ 16 അധ്യായങ്ങളിലും പറയുന്നത് മുഴുവൻ ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണമാണ്. ഇതിനെ തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നതായിട്ട് കാണത്തുള്ളൂ. അതുകൊണ്ട് ചിലർ പറയും 2-ാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപദേശം പൂർത്തിയായി. ശരിക്കുള്ള ഉപദേശം അത് പൂർത്തിയായി കഴിഞ്ഞു. പിന്നെന്തിനാ വീണ്ടും ഉപദേശിക്കുന്നത്? ഉപദേശിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയായി, പക്ഷെ കേട്ട ആളിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തിയാകുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഉപദേശിക്കുന്നത്. ദുഃഖേഷു ആധ്യാത്മികാദിഷു പ്രാപ്തേഷു നുദ്ദിഗ്നം പ്രക്ഷുഭിതം ദുഃഖപ്രാപ്തോ മനോ യസ്യ സ്വയം അദ്വിഗ്നമനാഹ അനുദ്വിഗ്നമനാഹ. ദുഃഖം ആധ്യാത്മിക, ആദി ഭൗതികം, ആദി ദൈവികം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്.
ശരീരം, മനസ്സ് ഇതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം, പ്രകൃതി ശക്തികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം. ഇതാണ് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ: ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ആദിദൈവിക ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണാതീതമായി കൊടുങ്കാറ്റും പേമാരിയും മറ്റും കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ. ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ഈ ശരീരം, സ്വന്തം ശരീരം നിമിത്തമായി, മനസ്സ് നിമിത്തമായി ഉണ്ടാകുന്ന ദുഃഖം. അതിഭൗതികം എന്ന് പറയുമ്പം മറ്റ് ശരീരങ്ങൾ, പ്രാണികൾ, ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ദുഃഖം. ഇങ്ങനെ ദുഃഖം 3 തരത്തിലുണ്ട്. പ്രാപ്തേഷു, ഇതെല്ലാം പ്രാപിക്കുന്നു. അതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. സ്ഥിതപ്രജ്ഞനാണെങ്കിലും സ്ഥിതപ്രജ്ഞന് ഇതെല്ലാം വന്ന് പ്രാപിക്കുന്നു, പക്ഷെ ബാധിക്കുന്നില്ല. ശരീരപീഡ അതുകൊണ്ട് ദുഃഖം സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണത്തിനും വരുന്നു. ശിഷ്യന്മാരോർത്തും ചിലപ്പോൾ സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് ദുഃഖം വരും. ശിഷ്യന്മാരെ ദുഃഖിപ്പിക്കുന്നതും ശിഷ്യന്മാരുടെ ഗതികേടും എല്ലാം ഓർത്തും സ്ഥിതപ്രജ്ഞന്റെ മനസ്സിൽ ദുഃഖം വരും. പ്രാപ്തേഷു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മാനസികമായി ശാരീരികമായി ദുഃഖം വരും. പിന്നെ പ്രകൃതി ശക്തികളിൽ നിന്നും ദുഃഖം വരാം. ഇതെല്ലാം പ്രാപിക്കുന്നുണ്ട്, അവിടെയും പ്രാപിക്കുന്നുണ്ട്. സാധാരണ ജീവന്മാരുടെ അന്ധകരണത്തിൽ എങ്ങനെയാണോ ഇതെല്ലാം ചെല്ലുന്നത്, അതുപോലെ ദുഃഖനിമിത്തങ്ങൾ ഉള്ളിടത്തോളം കാലം അതിൽ നിന്ന് ദുഃഖവും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ സ്ഥിതപ്രജ്ഞത കൊണ്ടൊന്നും പറ്റത്തില്ല. അത് പ്രകൃതി നിയമമാണ്, ഈശ്വരന്റെ നിയമമാണ്. അതിനെ മാറ്റാൻ ഒക്കത്തില്ല. നല്ലൊരു പല്ലുവേദന വന്നു. പല്ലുവേദന വന്ന സ്ഥിതപ്രജ്ഞന്റെ മനസ്സിൽ ദുഃഖം വരുമോ? അവിടെ ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്ഥിതപ്രജ്ഞനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല്ലുവേദന വരുമ്പം കടിച്ചു പിടിക്കണം. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോശക്കാരനായിട്ട് കരുതുമല്ലോ എന്ന് പറഞ്ഞ് അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട. സ്ഥിതപ്രജ്ഞനായാലും വരും. പല്ലുവേദന വന്നാൽ വേദന, ദുഃഖമാണ്, അതനുഭവപ്പെടും. അതനുഭവപ്പെടാതിരിക്കുന്നതാണ് സ്ഥിതപ്രജ്ഞത. അതനുഭവപ്പെടാതിരിക്കണമെങ്കിൽ ബോധം കെടുത്തിയാൽ മതി. അതിന് സ്ഥിതപ്രജ്ഞതയുടെ ആവശ്യമൊന്നും. പാരാസെറ്റമോൾ കഴിച്ചാൽ മതി. അതിന് ഗീത പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരഭ്യാസവും വേണ്ട. ആ ദുഃഖ സംവേദനം തരുന്ന സ്ഥിരകളെയെല്ലാം അതിന് പ്രതിബന്ധം ഉണ്ടാക്കിയാൽ മതി. ഇതിനെ മരവിപ്പിച്ചാൽ മതി. അതിനിവിടെ ആത്മവിദ്യയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അത് മറ്റുപായങ്ങളിലൂടെയും സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ദുഃഖം നിവൃത്തി. ഇവിടെ പ്രാപ്തേഷു, ജീവൻ മുക്തനെ അതെല്ലാം പ്രാപിക്കുന്നുണ്ട്. വിശപ്പ് വരും, ദാഹം വരും, നല്ലതും തിരിച്ച് അത് തിരിച്ചറിയും. അടിച്ചാൽ വേദനിക്കും. ജീവൻ മുക്തനാണോ എന്നറിയാൻ ഒരാളെ തല്ലി നോക്കരുത്. സങ്കടം വന്നാൽ ഇയാള് ജീവൻ മുക്തനല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ശിഷ്യന്മാർ ചിലപ്പോൾ അങ്ങനെ ചെയ്തു കളയും. ഒരു ഗുരുവിനെ ശിഷ്യന്മാർ ബ്ലേഡ് കൊണ്ട് കീറി നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു നിലവിളിച്ചു. ശിഷ്യൻ പറഞ്ഞു, നടന്ന സംഭവമാണ് വടക്കേ ഇന്ത്യയിൽ. ജീവൻ മുക്തനാണോ എന്നറിയാൻ വേണ്ടി ഒരു ബ്ലേഡ് വെച്ചൊരു പോന്തി കീറി ബ്ലഡ് വന്നു. നിലവിളിച്ചു. ശിശു ഉപേക്ഷിച്ചിട്ട് പോയി. ഇയാൾ ജീവൻ മുക്തനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പരീക്ഷിച്ച് കളയരുത്. ദുഃഖം വരും. പ്രാപ്തേഷു. എന്താണ് അവിടെ പ്രത്യേകത? നേരത്തെ പറഞ്ഞല്ലോ, നാന് ശോചന്തി പണ്ഡിത.
ന ഉദ്ദിഗ്നം ന പ്രക്ഷുഭിതം, പ്രക്ഷുബ്ധമാകുന്നില്ല. അജ്ഞാനിയുടേതുപോലെ ആ മനസ്സ് പ്രക്ഷുബ്ധമാകുന്നില്ല. സമനില കൈവിടുന്നില്ല. ദുഃഖപ്രാപ്തവും മനോയസ്യ, ആ ദുഃഖപ്രാപ്തി, ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ആ ദുഃഖത്തിൻ്റെതായ ബാഹ്യപ്രകടനങ്ങളോ ബാഹ്യചേഷ്ടകളോ ഒന്നും ബലം പ്രയോഗിച്ച് ഒഴിവാക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ പ്രക്ഷോഭം വരുന്നില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ മനസ്സിന്റെ സമത്വം നേരത്തെ പറഞ്ഞല്ലോ, തത്വബോധത്തെ ഒന്നും നശിപ്പിക്കുന്നില്ല എന്ന് ചുരുക്കം. അതൊന്നും കൊണ്ട് ആ ജ്ഞാനി ആർജിച്ചിരിക്കുന്ന ബോധത്തിന് അല്ലെങ്കിൽ ആത്മസ്വരൂപത്തിന് അതൊന്നും, ആത്മസ്വരൂപത്തിന്റെ വിസ്മൃതി അതൊന്നും ഉണ്ടാക്കുന്നില്ല. ദുഃഖം ബാഹ്യമായ നിമിത്തങ്ങളിൽ നിന്ന് വരാം, പ്രാരബ്ധം കൊണ്ടുവരാം. അന്ന് സ്വരൂപ വിസ്മൃതിക്ക് കാരണമായി തീരുന്നില്ല. അജ്ഞാനം എന്ത് വരുന്നു? ഇതെല്ലാം കൊണ്ട് സ്വരൂപസ്മരണയെ ഉണ്ടാകുന്നില്ല. അതാണ് പ്രക്ഷുഭിതം ന പ്രക്ഷുഭിതം ദുഃഖപ്രാപ്തവും മനോയസ്യ സ്വയം അനുദ്വിഗ്നമനാഹ, അനുദ്വിഗ്നമനസായിരിക്കുന്നു. ഇത് തന്നെ സുഖത്തെ സംബന്ധിച്ചും വരുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്നത് അയാൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ വ്യക്തിയുടെ പ്രകടനം എങ്ങനെയെന്നുള്ളതല്ല, വ്യക്തിയുടെ തത്വജ്ഞാന നിഷ്ഠ ഇതൊന്നും ബാധിക്കുന്നില്ല. ആന്തരികമായ അവബോധത്തിൽ ഇതൊന്നും സ്പർശിക്കുന്നില്ല. ആത്മനിഷ്ഠയ്ക്ക് ബാധ വരുന്നില്ല. മനസ്സിന്റെ തലത്തിൽ പലതും വരും. അപ്പോൾ മനസ്സിന്റെ അത്തരം വൃത്തികളെ നിരാകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആത്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്താൻ ഇതിനൊന്നും കഴിയത്തില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് ഇവിടെ പറയുന്നത്. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.